നമസ്കാരം. നിങ്ങൾ പങ്കുവച്ച ഈ ചരിത്രരേഖകളിലൂടെ കടന്നുപോയപ്പോൾ ശരിക്കും ഒരു ഇതിഹാസത്തിന്റെ ഒരു ഫീലാണ് കിട്ടിയത്. നമ്മളിന്ന് സംസാരിക്കുന്നത് കേരളവർമ്മ പഴശ്ശിരാജാവിനെക്കുറിച്ചാണല്ലോ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതിയ ആ വയനാടൻ സിംഹം. അതെ, തീർച്ചയായും. ഈ രേഖകൾ നമ്മളെ കൊണ്ടുപോകുന്നത് ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം, പിന്നെ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം, ആ ഒരു സമയത്തെ മലബാറിലെ വളരെ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലേക്കാണ്. ഇത് വെറുമൊരു രാജാവിന്റെ കഥയല്ല. അതിനപ്പുറം ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പ്, അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ആഗ്രഹം, അതിന്റെയൊക്കെ ആഴങ്ങളിലേക്ക് പോകാനാണ് നമ്മൾ ഈ ഡീപ്പ് ഡൈവിൽ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോ കാര്യത്തിലേക്ക് കടക്കാം. ഈ സംഘർഷങ്ങൾക്കെല്ലാം ഒരു തുടക്കം അത് 1792-ലെ ശ്രീരംഗപട്ടണം ഉടമ്പടിയാണെന്ന് ഈ രേഖകളിൽ പറയുന്നുണ്ടല്ലോ. ടിപ്പു സുൽത്താനിൽ നിന്ന് മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്ന ആ ഒരു സന്ദർഭം, അതെങ്ങനെയാണ് ഇത്ര വലിയൊരു ചെറുത്തുനിൽപ്പിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്? അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ശരിക്കും. കാരണം അതുവരെ ഇവിടെ ഒരു രീതിയുണ്ടായിരുന്നു, നാട്ടുരാജാക്കന്മാർ വഴിയാണ് നികുതിയൊക്കെ പിരിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അത് മൊത്തത്തിൽ മാറ്റി. അവര് നേരിട്ട് കർഷകരിൽ നിന്ന് ടാക്സ് എടുക്കാൻ തുടങ്ങി. അതും പലപ്പോഴും സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമായിരുന്നു. ഓഹോ. അതോടൊപ്പം തന്നെ ആളുകളുടെ കയ്യിലുള്ള ആയുധങ്ങൾ, നാടനായുധങ്ങൾ വരെ പിടിച്ചെടുക്കാനൊരു ശ്രമം തുടങ്ങി. ഇത് വെറുമൊരു ഭരണമാറ്റം എന്നതിലുപരി ആളുകളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന, അവരുടെ അധികാരങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറി. അവിടെയാണ് അപ്പോ കോട്ടയം രാജകുടുംബത്തിലെ പഴശ്ശിരാജാവിന്റെ എൻട്രി. അദ്ദേഹം ഈ പുതിയ ബ്രിട്ടീഷ് നയങ്ങളെ അങ്ങ് അംഗീകരിക്കാൻ തയ്യാറായില്ല. പക്ഷെ ഒരു ചോദ്യം, ബ്രിട്ടീഷ് സൈന്യമെന്ന് പറയുമ്പോൾ അന്നത്തെ അവരുടെ അംഗബലം, ആയുധങ്ങൾ, അതിനെതിരെ എങ്ങനെയാണ് അദ്ദേഹം ഒരു പ്രതിരോധം പ്ലാൻ ചെയ്തത്? ഈ വയനാടൻ കാടുകളിലേക്കുള്ള ഒരു ഷിഫ്റ്റ്, അതൊരു തന്ത്രമായിരുന്നോ? അത് വളരെ കൃത്യമായൊരു നീക്കമായിരുന്നു. അവിടെയാണ് പഴശ്ശിയുടെ ഒരു യുദ്ധതന്ത്രജ്ഞന്റെ കഴിവ് നമ്മൾ കാണുന്നത്. വയനാട്ടിലെ ആ മലനിരകൾ, പിന്നെ ആ ഘോര വനങ്ങളില്ലേ, അതിനെ അദ്ദേഹം ഒരു സ്വാഭാവിക കോട്ടയായി ഉപയോഗിച്ചു. ബ്രിട്ടീഷുകാർക്ക് തീരെ പരിചയമില്ലാത്തൊരു ടെറൈനാണത്. അവിടെ ഒളിപ്പോര്, അതാണ് പ്രധാന ആയുധമാക്കിയത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് രാജാവ് ഒറ്റയ്ക്കല്ല. ശരിയാണ്. വയനാട്ടിലെ അവിടുത്തെ തദ്ദേശീയരായ ആളുകൾ, കുറിച്യർ, കുറുമ്പർ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ, അവരുടെ വലിയൊരു സപ്പോർട്ട് കിട്ടി. അവർക്ക് ആ കാട് സ്വന്തം വീട് പോലെയാണ്. ഓരോ മുക്കുമൂലയും അറിയാം. അതെ, ആ പേരുകൾ കാണുന്നുണ്ട് രേഖകളിൽ. എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു, ഇവരുടെയൊക്കെ പങ്ക് വളരെ വലുതായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് രാജാവും സൈന്യവും എന്നതിനേക്കാൾ ഒരു ജനകീയ മുന്നേറ്റത്തിന്റെ സ്വഭാവം ഇതിനുണ്ടായിരുന്നു, അല്ലേ? തീർച്ചയായും. ഇതൊരു തരത്തില് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എസിമെട്രിക് വോർഫെയർ തന്നെയല്ലേ? വലിയൊരു ശക്തിയെ പ്രാദേശികമായ അറിവും ജനപിന്തുണയും വെച്ച് നേരിടുക. അതെ, ആ ഒരു താരതമ്യം വളരെ ശരിയാണ്. അതുതന്നെയാണ് ഈ പോരാട്ടത്തിന്റെ ഒരു കാതൽ. ആ ഭൂമിശാസ്ത്രപരമായ അറിവ്, പിന്നെ അവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട്, ഇത് രണ്ടും ചേർന്നപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അതൊരു വലിയ തലവേദനയായി. അതുകൊണ്ടാണ് 1793 തൊട്ട് 97 വരെയുള്ള ആ ഒന്നാം ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് കാര്യമായ തിരിച്ചടികൾ കിട്ടിയത്. ശരി. പക്ഷേ ഈ ആദ്യ യുദ്ധം കഴിഞ്ഞിട്ട് ഒരു സമാധാന ശ്രമമൊക്കെ നടന്നു. പക്ഷെ അത് അധികാലം പോയില്ല. വീണ്ടും യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തി. 1800-നും 1805-നും ഇടയ്ക്ക്. ഈ രണ്ടാം ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ കുറച്ചുകൂടി പവർഫുള്ളായിട്ടാണോ വന്നത്? അതെ, ഇത്തവണ അവര് കൂടുതൽ തയ്യാറെടുപ്പോടെയാണ് വന്നത്. പിന്നീട് വെല്ലിംഗ്ടൺ ഡ്യൂക്കായി മാറിയ ആർതർ വെലസ്ലി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യം തന്നെ വന്നു. അതിനുശേഷം വന്ന തോമസ് ഹാർവി ബാബർ, അദ്ദേഹം കുറച്ചുകൂടി കടുത്ത നടപടികളിലേക്ക് പോയി. പഴശ്ശിവേട്ട എന്ന പേരിൽ തന്നെ ഒരു ഓപ്പറേഷൻ തുടങ്ങി. വയനാട് മുഴുവൻ അരിച്ചുപെറുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതോടൊപ്പം പഴശ്ശിയെ ഒറ്റപ്പെടുത്താൻ പല തന്ത്രങ്ങളും ഉപയോഗിച്ചു. സാമ്പത്തികമായിട്ട് ഉപരോധിച്ചു, ഉപ്പുപോലുള്ള സാധനങ്ങൾ അങ്ങോട്ടെത്തുന്നത് തടഞ്ഞു, കൃഷി നശിപ്പിച്ചു, പിന്നെ നമ്മളൊന്നും കേൾക്കുന്ന ആ ഭിന്നിപ്പിച്ചു ഭരിക്കുക തന്ത്രം, അതും ഉപയോഗിച്ചു. ചില നാട്ടുപ്രമാണിമാരെ പഴശ്ശിക്കെതിരാക്കി. ഇത് ശരിക്കൊരു സമ്പൂർണ്ണ യുദ്ധമായി മാറി. ഇത്രയൊക്കെ സമ്മർദ്ദമുണ്ടായിട്ടും പഴശ്ശി കീഴടങ്ങാൻ കൂട്ടാക്കിയില്ല എന്നത് അത്ഭുതം തന്നെ. പക്ഷെ അവസാനം 1805 നവംബർ 30-ന് മാവിലത്തോടിന്റെ കരയിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു. എന്നാലും അതിനുശേഷം നടന്നൊരു കാര്യം ഈ രേഖകളിൽ പറയുന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളിയായിരുന്ന തോമസ് ഹാർവി ബാബർ തന്നെ പഴശ്ശിയുടെ അന്ത്യകർമ്മങ്ങൾ പൂർണ്ണ സൈനിക ബഹുമതികളോടെ നടത്തിച്ചു എന്ന്. ഒരു ശത്രു കാണിക്കുന്ന ഈ ഒരു ആദരവ്,
അത് പഴശ്ശിയുടെ ആ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോരാട്ടത്തെക്കുറിച്ചോ എന്താണ് നമ്മളോട് പറയുന്നത്?